ഹായ് ഡിയേഴ്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രോക്ക്. അപ്പോൾ ഇതിന് 3 ടൈപ്പ് മെറ്റീരിയൽസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, ലൈനിങ്ങിനായിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ, അതുപോലെ ഒരു ഡിസൈനുള്ള നെറ്റിൻ്റെ മെറ്റീരിയൽ. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ 2.25 മീറ്റർ, നെറ്റിൻ്റെ മെറ്റീരിയൽ 1.25 മീറ്ററും, അതുപോലെ ലൈനിങ് 2.25 മീറ്ററും എടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റിൻ്റെ മെറ്റീരിയലിൽ നിന്ന് ആദ്യം നമുക്ക് സ്കർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഞാനിവിടെ 28 എടുത്തത്. കട്ട് ചെയ്തപ്പോൾ 28, പക്ഷേ ഞാനിവിടെ 25 യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള പീസിൽ നിന്ന് നമുക്ക് ടോപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്യാം. അതായത് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഓപ്പൺ വരുന്ന ഭാഗം എൻ്റെ നേരെ ഇട്ട് മടക്കുകയാണ്. അപ്പോൾ തുണി വേസ്റ്റ് ആകാതെ നമുക്ക് എങ്ങനെ നോക്കാം. നമുക്ക് ആം ഹോൾ വരുന്ന ഭാഗമാണ് ഏറ്റവും കൂടുതൽ വീതി വേണ്ടത്. അത് എത്രയാണെന്ന് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 8 എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം പിടിച്ച് മടക്കി കൊടുക്കാം. ഇനി ലെങ്ത് എത്ര വേണമെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 14.5 എടുക്കുന്നുണ്ട്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ 5 ഇഞ്ച് എടുക്കുന്നു. അവിടെ ചെറിയൊരു സ്ലോപ്പ്, 1/2 ഇഞ്ചിൻ്റെ ഒരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആം ഹോളും 5 കൊടുക്കുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 3 ഇഞ്ച് വരും. ഇനി ഇവിടെ ഒരു 2.5 ഇങ്ങനെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടെ നിന്ന് ഇതുപോലെ അകത്തോട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു, കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആം ഹോളിൻ്റെ അവിടെ 8 എടുത്തതുകൊണ്ട് ഇവിടെ 7 മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിനെ ചേർത്ത് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി ഇവിടെ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു കർവ് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്കൊക്കെ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്ക് ചെയ്ത് കൊടുത്തതിനെ കട്ട് ചെയ്ത് മാറ്റുന്നു. കുട്ടികൾക്ക് നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ബാക്കി വന്ന പീസിൽ നിന്ന് സ്ലീവ് എടുക്കുകയാണ്. ഇവിടെ സ്ലീവ് ഫുൾ സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ടോപ്പിലെടുത്തപ്പോൾ 7 എടുത്തത്, 5 എടുത്തത്. അപ്പോൾ ഒരു 7 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവിന് തന്നെ കിട്ടും. ഇനി ഇവിടെ നിന്ന് 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് 2.5 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഈ 3 ഇഞ്ചിലോട്ട് ഇങ്ങനെ ചരിച്ചങ്ങ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 2.5 കൊടുത്തത്. ഇനി ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ അകത്തോട്ട് കുഴിച്ചു കൊടുക്കുന്നത് തുടക്കക്കാർക്ക് അത് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആയി വരുമ്പോൾ നമ്മളങ്ങ് പെർഫെക്റ്റ് ആയിക്കോളും. ബാക്കിയുള്ള ലെങ്ത് അതുപോലെ ഞാനങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുമ്പൊരു ടോപ്പ് തയ്ച്ചതിൻ്റെ ബാക്കി മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ അവിടെയൊക്കെ കറക്റ്റ് ലെവലിൽ തന്നെ കിടക്കുവാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കൂട്ടിയെടുക്കാനൊന്നും പറ്റില്ല. ഉള്ള കറക്റ്റ് വീതി ഇത്ര തന്നെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 9 വയസ്സായ കുട്ടിക്കാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ 9 വയസ്സെന്ന് പറഞ്ഞാലും ചില കുട്ടികൾ കുറച്ചും കൂടെ വലിപ്പമുള്ളവരായിരിക്കും, ചിലർ വലിപ്പം കുറഞ്ഞവരായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണോ അളവ് അതനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് അഴുക്കുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിന് പകരം അവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. ഇനി ഫ്രണ്ട് ആം ഹോൾ ഇതിനും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഇതുപോലെ അകത്തോട്ട് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുക, ഒന്നുകിൽ നല്ല വശം ചേർത്തിരിക്കുക, അല്ലെങ്കിൽ ചീത്ത വശം ചേർത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഇറക്കമാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യം പോലെ എടുക്കാം, നമ്മുടെ സൗകര്യം പോലെ എടുക്കാം. അപ്പോൾ ഇത് നെക്ക് അങ്ങ് കറക്റ്റ് കഴുത്തിനോട് ചേർന്നിരിക്കുന്ന ഒരുമാതിരി കോളർ നെക്ക് പോലെയാണ്. പക്ഷെ കോളറൊന്നും ചെയ്തില്ല, അതുപോലെ വരുന്നൊരു നെക്കാണ്. ഇനി ബാക്ക് എടുക്കാം.
അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ വീതി 2 കൊടുത്തത്. ഇവിടെ ഞാൻ 2.5 കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇൻവിസിബിൾ സിബാണ്, അപ്പോൾ കുറച്ച് അകത്തോട്ട് പോകും. അപ്പോൾ അവിടെ ഒരു ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ 1.5 ഇഞ്ച് ഇറക്കവും കൊടുത്ത് ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ സിബ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 8 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ ഓപ്പൺ ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്കർട്ടിനായിട്ട് ആദ്യം മാറ്റി വെച്ചില്ലായിരുന്നോ, സ്കർട്ടിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കി ആ പീസ് എടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിപ്പോൾ 2ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള നമ്മൾ നെയ്ത്ത് വിളുമ്പെന്ന് പറയും, അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് സ്കർട്ടിൻ്റെ, അതായത് നമ്മുടെ യോക്ക് പോർഷനിൽ എത്രയാണോ വീതി വേണ്ടത് അത്ര എടുക്കുക. അപ്പോൾ ഇത് 2 സൈഡ് നമ്മൾ ജോയിൻ്റ് ആണ്, അത് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എപ്പോഴും നമുക്ക് കുട്ടികളുടെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വരും. പെട്ടെന്ന് പോയി വലുതാവുന്നതുകൊണ്ട് വലുതാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ 2 പീസായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്, അതായത് ഫ്രണ്ടിനും ബാക്കിനും പ്രത്യേകം ജോയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇവിടെ എനിക്ക് യോക്കിൻ്റെ പീസ് വേണ്ടത് 14ആണ്, അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ്, അതായത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് ചെയ്തതെങ്കിൽ നമുക്ക് കുറച്ച് തുണി ലാഭിക്കാമായിരുന്നു കേട്ടോ. അത് ഞാൻ ഓർക്കാതെ ചെയ്തതാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ മടക്കി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. പിന്നെ ഇവിടെ ജോയിൻ്റ് ആണ്, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ്. നമുക്കിത് നിവർത്തി വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇത് 2 പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഓപ്പൺ ഇട്ട് കൊടുത്തില്ലേ, അത് 25ആണ്. പിന്നെ ഓപ്പണിന് മുകളിലുള്ള ഇതുണ്ടല്ലോ, അതൊരിക്കലും 3 ഇഞ്ചിൽ കൂടുതലാവാൻ പാടില്ല. അപ്പോൾ ഈ 25 ഇഞ്ച് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കേണ്ട പീസിൻ്റെ ലെങ്ത്. അപ്പോൾ ഞാനിവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇത് 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അത്ര വീതിയെ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 25ആണ് അവിടെ മാർക്ക് ചെയ്തത്, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. 25 എന്നുള്ളത് ഇവിടെ ഞാൻ 22 ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം 22 ആക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ, ഈ തുണിക്ക് അത്രേ വീതിയുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ഒരുപാട് തുണി വേണ്ടി വരും, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ എപ്പോഴും ഫ്ലോയി ആയതുകൊണ്ട് ഞാൻ നമ്മുടെ സെൻറ്ററിൽ മുട്ടുസൂചി കുത്തി കൊടുത്തിട്ടുണ്ട് മടക്കാൻ എളുപ്പത്തിന്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ മടക്കുമ്പോൾ അകത്തെ തുണി അകത്തോട്ട് പോകും, അപ്പോൾ ഒരിക്കലും ലെവൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മുട്ടുസൂചിയൊക്കെ കുത്തിയിട്ട് ചെയ്താൽ നമുക്ക് എളുപ്പമാണ്. ഇതുപോലെ ഞാൻ മടക്കിയിടുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് വീഡിയോയ്ക്കും അതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് വെട്ടുമ്പോഴും എളുപ്പമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 4 എണ്ണം വരുന്നുണ്ട് ഇങ്ങനെ. ഇനി ഇവിടെ നിന്ന് കിട്ടുന്നത് 22.5 23 കിട്ടും. അത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതിനിടയിലൊക്കെ മുട്ടുസൂചി കുത്തിയിരുന്ന് നമ്മളെടുത്ത് മാറ്റുവാണ്, ഇനി ആവശ്യമുണ്ടല്ലോ.
ഇനി ഇതിപ്പോൾ 4 എണ്ണം ഉണ്ട്. ഇനി ഇതിങ്ങനെ നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മുട്ടുസൂചി കുത്തി കൊടുക്കുകയാണ്. എടുക്കാൻ പിന്നീട് എളുപ്പമുണ്ടല്ലോ. ഇതുപോലത്തെ 4 എണ്ണം കൂടി വേണം. അപ്പോൾ ഞാൻ അത് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ കൂടെ ഇതിനെ ഒരു മുട്ടുപിന്ന് വെച്ച് കുത്തി മാറ്റി വെച്ചേക്കാം. എളുപ്പമാണ്. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഓരോന്നോരോന്നായിട്ട് എടുത്താൽ മതി. അപ്പം മൊത്തം നമുക്ക് 8 പീസുകളുണ്ട് കണ്ടോ. ഇനി നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് വല്ല നീളക്കുറവോ കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ്ങിൻ്റെ പീസാണ് ഇനി നമ്മൾ. ഇവിടെ ഞാൻ അംബ്രല്ല തന്നെയാണ് വെട്ടുന്നത്. അപ്പോൾ അംബ്രല്ല മടക്കുന്ന എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അംബ്രല്ല ടോപ്പ് സ്കർട്ടൊക്കെ നമ്മൾ മടക്കുന്നത് പോലെ ചെയ്യാം. പിന്നെ നമ്മൾ ഉടുപ്പിൻ്റെ ആ ഭാഗം യോക്ക് എത്രയാണോ വേണ്ടത് അത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ നിന്ന് വേണ്ട ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 24 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഭാഗത്തിൻ്റെ ഉടുപ്പിൻ്റെ ഭാഗത്തിൻ്റെ ലൈനിങ് വേണം. അപ്പോൾ ഞാനിവിടെ ട്രാൻസി നെക്കാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ട തുണി എടുത്ത് ഇട്ട് നോക്കാം. നമുക്ക് അത്രയും വേണ്ട, ആം ഹോളിൻ്റെ ആ ഒരു ലെവലിൽ മതി. അപ്പം ഞാനൊരു 11 എടുക്കുന്നുണ്ട്. ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പിന്നീട് അത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്ക് പീസ് എടുക്കുകയാണ്. ബാക്ക് പീസിൻ്റെ നമ്മൾ ബാക്ക് ആം ഹോളൊന്നും കുഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതേ ലെവലിൽ തന്നെ നമുക്ക് വേണം. അതുകൊണ്ട് ബാക്ക് ഇട്ട് തന്നെ ആം ഹോളിൻ്റെ പകുതി വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് കാരണം ഈ പോയിൻറ്റും. എന്നിട്ട് ഫ്രണ്ടിനാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തത്. വേണമെങ്കിൽ നമുക്ക് റൗണ്ടാക്കിയൊക്കെ കൊടുക്കാം, അവരവരുടെ ഇഷ്ടമാണ്. ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് കട്ട് ചെയ്യുമ്പോൾ 2 പീസ് ഉണ്ട് കേട്ടോ. ബാക്കിനും ഇതുപോലെ വന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ബാക്ക് ഞാൻ സാധാ പോലെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് 2 പീസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ലൈനിങ് മറിച്ചടിക്കാനൊക്കെ ഇത് തന്നെ യൂസ് ചെയ്യാം. ബാക്കിന് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. ഒരു ചെറിയൊരു ബോട്ട് ഷേപ്പിന് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ കുറച്ച് ക്രോസ് പീസ് വേണം നമുക്ക് നെക്ക് മറിച്ചടിക്കാനായിട്ട്. ലൈനിങ്ങിൻ്റെതായാലും നല്ല നെറ്റിൻ്റെ ഫാബ്രിക്കിലായാലും ഇതുപോലെ കുറച്ച് ക്രോസ് പീസ് വേണം നമുക്ക്. അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി ഇവിടെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കയറിപ്പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ ആ തുണി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അതുമായിട്ട് ഇങ്ങനെ ചേർത്തിട്ട് നോക്കുമ്പോൾ അതൊരു കുറച്ചങ്ങ് കയറി നിൽക്കുന്ന പോലെ തോന്നിയുകൊണ്ട് ഞാനൊരു 1 ഇഞ്ചോളം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. അതായത് നമുക്ക് ആം ഹോളിൻ്റെ അതേ ലെവലിൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലെവലിൽ മതിയാവും. ഇതിനും കുറച്ചും കൂടെ താഴ്ന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കട്ടിങ് വീഡിയോ മാത്രമേ ഉള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതുവരേക്കും ബൈ.